ക്ലിക്ക് ബൈറ്റാ നോക്കണ്ട. നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവരാം, ഇത് മാത്രമേ എൻ്റെ വഴിയുള്ളൂ. ഈ വീഡിയോ കാണുന്ന 3 ടൈപ്പ് ഫാൻസിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്പർ 1, സം ബ്രെയിൻ ഫാൻസ്. തലച്ചോറുള്ള കുറച്ച് ഫാൻസ് നിങ്ങളിത് കാണണം. നമ്പർ 2, ബ്രെയിൻലെസ് ഫാൻസ്. തലച്ചോറില്ലാത്തവർ, നിങ്ങളിത് സമാധാനത്തോടെ കാണണം. മൂന്നാമത്തത് അൾട്രാ ഷിറ്റ് ഫാൻസ്. നീയൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നീയൊക്കെ അവസാനം വരെ കാണണം. കാരണം അവസാനം ഞാൻ കുറച്ച് സാധനം പറയുന്നുണ്ട്, അത് നിനക്കൊക്കെ വേണ്ടിയാണ്. സോ ഫേസ്റ്റ് കാറ്റഗറി, ഇന്ന് ഞാൻ പക്ക ഒരു അർജൻറ്റൈൻ ഫാനായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഐ വോണ്ട് ബി ടോക്കിംഗ് ആസ് എ ഫുട്ബോൾ ഫാൻ, ഐ വിൽ ബി ടോക്കിംഗ് ആസ് ആൻ അർജൻറ്റൈൻ ഫാൻ. സോ കമൻറ്റ് വരാം, എനിക്കതൊന്നും ഒരു തേങ്ങയില്ല. ഓക്കെ, ഫസ്റ്റ് തിങ്, റെഫറീസിനെ പറ്റി പറയാനുള്ളത്. ഈ വർഷം USA വേൾഡ് കപ്പ് കൊണ്ട് വെച്ച സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ വേഴ്സ്റ്റ് വേൾഡ് കപ്പ് എവർ. ആദ്യമേ ഞാൻ പറഞ്ഞതാണ് ഇത് തന്നെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇത്രയ്ക്കും ആ ഒരു വൃത്തിയുടെ രീതിയിലൂടെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സമാധാനിക്ക്, കൂളായിട്ട് പറ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പച്ചയ്ക്ക് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും വരുന്നത്. ഫേക്ക് എന്ന് പറഞ്ഞു കൊടുത്തതിന് ഒന്ന് കമൻറ്റ് ഇടാൻ നിൽക്കരുത്. ആരേക്കും എനിക്ക് ഓർമ്മ വരിക. എന്തായാലും ഫസ്റ്റ് തിങ്, റെഫറീസിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് കുറച്ച് മാച്ചിനെ പറ്റി പറയാനുണ്ട്. ഫസ്റ്റ് മാച്ച് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. സെക്കൻഡ് മാച്ച് കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ. തേർഡ് മാച്ച് ജർമ്മനി വേഴ്സസ് ഐവറി കോസ്റ്റ്. ഫോർത്ത് മാച്ച് ജർമ്മനി വേഴ്സസ് പാരഗ്വൈ. ഫിഫ്ത്ത് വൺ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. സിക്സ്ത് വൺ ഘാന വേഴ്സസ് ഇംഗ്ലണ്ട്. ലിസ്റ്റ് ഇനിയുണ്ട്. ഞാൻ അർജൻറ്റീനയുടെ കാര്യം പറയാത്തതിന് കാരണം അർജൻറ്റീനയെ പറ്റി നീയൊക്കെ ഇപ്പോൾ വലിച്ചു കയറി വെച്ചേക്കുക. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും അർജൻറ്റീനയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, ബാക്കി ഏത് ടീമിനെ അറിഞ്ഞില്ലെങ്കിലും. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ടീമിനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞ ടീംസിൻ്റെ മാച്ചസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും വാട്ട് ആൻ അൺഫെയർ റെഫറിങ് മാച്ച്. കാരണം എൻ്റെ പൊന്നോ, എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കൊന്നും ഒരു ഓർമ്മ പോലും ഇല്ല. ജർമ്മനി വേഴ്സസ് ഐവറി കോസ്റ്റ്. ഐവറിക്ക് ഭയങ്കര സപ്പോർട്ട്, അന്ന് മൈനോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്ന റെഫറീസ് ഉണ്ടായിരുന്നത്. ഇനി പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ, ലൂക്ക മോഡ്രിച്ച് ഹിംസെൽഫ് വാ തുറക്കാത്ത പാവ മനുഷ്യൻ വരെ ഒന്ന് സംസാരിച്ചു. ദിസ് വാസ് മെയ്ഡ് ഫോർ പോർച്ചുഗൽ, അവർ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കാണിച്ചത് എന്നുള്ളൊക്കെ രീതിയിൽ. കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ, എടാ ഞാൻ ഓരോന്നും പറഞ്ഞു തുടങ്ങിയാലേ അതിന് വേണ്ടി സമയം കാണത്തുള്ളൂ. സോ ഇത്രയും മാച്ചസ് കണ്ടിട്ടുണ്ടല്ലോ. പ്ലസ് USA പ്ലെയർ ബലോഗിൻ്റെ റെഡ് കാർഡ് സസ്പെൻഡ് ചെയ്തത്. അതിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ബാക്കിലോട്ട് പോകാം. അതായത് 2026 പോർച്ചുഗൽ വേഴ്സസ് അയർലൻഡ് ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്ന സമയത്ത് അന്നൊരു ഫേമസ് പ്ലെയറിന് പേര് പറയാതിരിക്കുന്നില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അന്ന് എൽബോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് റെഡ് കാർഡ് കിട്ടി. അന്നത്തെ സാധനമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഫാൻസിനെ ചെന്ന് ട്രിഗർ ചെയ്ത് തൊട്ട് കുറേ അങ്ങേർക്ക് റെഡും കിട്ടി. പക്ഷേ ഫ്രാൻസിനെ ട്രിഗർ ചെയ്തുകൊണ്ടല്ല അങ്ങേർക്ക് റെഡ് കിട്ടിയത്, അത് അങ്ങയുടെ കയ്യിലിരിപ്പ്. 3 മാച്ച് സസ്പെൻഷൻ ആയിരുന്നു പുള്ളിക്കാന്ന് കിട്ടിയത്. 3 മാച്ച് സസ്പെൻഷൻ, വിച്ച് മീൻസ് വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് അദ്ദേഹത്തിന് മിസ്സാകുമായിരുന്നു. പക്ഷേ അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫിഫ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചാപ്റ്റർ 4 ആർട്ടിക്കിൾ 27 ഓഫ് ഫിഫ ഡിസിപ്ലിനറി കോഡ്, അത് യൂസ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനോയുടെ ആ 3 മാച്ച് സസ്പെൻഷൻ 1 മാച്ചായി കുറച്ചു. ബാക്കി 2 മാച്ച് ആഫ്റ്റർ വേൾഡ് കപ്പ് വിത്തിൻ 1 ഇയർ പ്രൊബേഷൻ പുള്ളിക്ക് ഏതെങ്കിലും 2 മാച്ച് സസ്പെൻഡായി പുറത്തിരിക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാദ്യം കൊണ്ടുവന്നത് കുറച്ച് നാളുകൾക്കായിട്ട് ആദ്യം കൊണ്ടുവന്നത് ക്രിസ്ത്യാനോയ്ക്കാണ്. പെസ്സി ഫിഫ പേ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, നീയൊക്കെ കേൾക്കണേ. ഓക്കെ, ഇനി ബലോഗ് എന്ന പ്ലെയറിന്, USA ബലോഗ് എന്ന പ്ലെയറിന് ഈ പറയുന്ന അതേ സെയിം ആർട്ടിക്കിൾ 27 വെച്ച് തന്നെയാണ് മാച്ച് ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്നത്. പുള്ളിക്കൊരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ട്രംപ് എണ്ണം വിളിച്ചു, ഇനി ഈ പേര് പറഞ്ഞെന്ന് വെച്ചോണ്ട് എനിക്ക് കോപ്പിറൈറ്റ് വരുമാവോ, വിളിച്ചു ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോനെ. എന്നിട്ട് എന്ത് ചെയ്തു, മാച്ച് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സസ്പെൻഷൻ 27 അനുസരിച്ച് അടുത്തൊരു 1 ഇയർ പ്രൊബേഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇൻ എ ഫ്യൂച്ചർ മാച്ച് ഹി വിൽ ബി സസ്പെൻഡഡ് ഫോർ ദാറ്റ് 1 മാച്ച്. അത് ഏതാണെന്നും പറഞ്ഞിട്ടില്ല, അത് അവർക്ക് ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റി ഞാൻ നോക്കിയില്ല. ഓക്കെ, സോ ഈ കാര്യം കേട്ടല്ലോ. ബലോഗിൻ്റെ സെയിം കാര്യം. പിന്നെ US പറ്റി പറയാനാണെങ്കിൽ ഇത്രയ്ക്കൊരു വൃത്തികെട്ട രാജ്യം വേറെയില്ല. ഇത്രയ്ക്കൊരു വൃത്തികെട്ട വേൾഡ് കപ്പ് ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. എന്തുവായി കാണിക്കുന്നത്? കാരണം വേൾഡ് കപ്പ് തുടങ്ങിയ സമയം മുതൽ വരുന്ന ഓരോ കൺട്രീസിനെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഈ നായ്ക്കളെ വെച്ചൊക്കെ മണപ്പിക്കാന്നൊക്കെ പറയത്തില്ലേ, ബോംബ് സ്കൗട്ട് കൊണ്ടുവരുന്ന ഡോഗ്സ് ഇല്ലേ, അത് വെച്ചുപോലും അവരുടെ ബാഗും എല്ലാം ചെക്ക് ചെയ്യിപ്പിക്കുക, അവരെ മൊത്തത്തിൽ അങ്ങ് സ്ട്രിപ്പ് ചെയ്യിപ്പിച്ചാലാന്ന് മാത്രമേ ഉള്ളൂ, അതും കൂടെ ചെയ്യിക്കാനുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു വൃത്തികെട്ട രീതിക്കുള്ള ചെക്കിങ്. വലിയ കൺട്രിയൊക്കെയാണ്, സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട ഒരു മിനിമം റെസ്പെക്റ്റ് ഉണ്ട്. ലുക്ക് അറ്റ് മെക്സിക്കോ, വാട്ട് ദേ ഡിഡ്.
അവർ എങ്ങനെയാണോ ഒരു ഫോറിൻ കൺട്രി പ്ലേയേഴ്സിനെ ഗ്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ റേസിസത്തിൻ്റെ കാര്യം, ഏറ്റവും കൂടുതൽ റേസിസം നടക്കുന്ന US-ലാണ്. എന്നിട്ട് ഇവന്മാർ കഴിഞ്ഞ ദിവസം ചെയ്തത് അർജൻറ്റീനയുടെ മാച്ചിൽ എന്ത് ഈജിപ്റ്റ് പ്ലേയേഴ്സിനെയും അതുപോലെ ഈജിപ്തിൻ്റെ ഫാൻസിനെയും ചെയ്തത്, അവർക്ക് മാത്രം ചെക്കിങ്. ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് പൂട്ടിപ്പോൾ ഉറപ്പാണ്. പക്ഷേ വിളിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വാക്ക് ഞാൻ നോക്കി നോക്കി സംസാരിക്കണം, ഇല്ലെങ്കിൽ ഇൻസ്റ്റ അടിച്ചു പോകാൻ പോയി. ഇപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. സോ ഇതാണ് റെഫറീസിനെയും US-നെയും പറ്റി പറയാനുള്ളത്. റെഫറീസിനെ പറ്റി പറഞ്ഞു തരുന്നില്ല, ഞാൻ ഇനി അങ്ങോട്ട് വരാം. സെക്കൻഡ് വൺ, ഫൗൾസ്. ഇതെനിക്ക് പറയാനുള്ളത് ബ്രെയിനുള്ള ഫാൻസിനോടും പിന്നെ ബ്രെയിൻലെസ് ആയി കുറച്ച് ഫാൻസിനോടും. എടാ, അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ഫൗൾ ഈസ്. അത് ഓഫ് സൈഡ് ആണെങ്കിലും പ്രോപ്പർ ഫൗൾ ആണെങ്കിലും അണ്ടർസ്റ്റാൻഡ് വാട്ട് എ റൂൾ ഈസ്. ഓക്കെ, അത് ഈ പറയുന്ന പോലെ ഫൈൻ. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ, എനിക്കാണെങ്കിൽ ചില സമയത്ത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് അതല്ലല്ലോ, ഇത് ഫൗൾ അല്ലല്ലോ, ഇത് ഫൗൾ ആണല്ലോ, ഇത് ഓഫ് സൈഡ് അല്ലല്ലോ, ഇത് ഓഫ് സൈഡ് ആണല്ലോ എന്നൊക്കെ തോന്നും. സോ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഡീപ്പ് റിസർച്ച് നടത്തുക, പ്രോപ്പർ റൂൾസ് പോയി ഫിഫയുടെ സൈറ്റിൽ പോയി റൂൾസ് വായിച്ച് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള തിങ്കിങ് ചെയ്ത് മനസ്സിലാക്കി കളിയിലോട്ട് വരിക. അല്ല ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് പരിപാടിയെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. സോ അതെന്തായാലും ശ്രദ്ധിക്കണം. ഇനി ഞാൻ എഴുതി വെച്ചേക്കുക, എനിക്ക് എല്ലാം കൂടെ തലയിൽ നിൽക്കുന്നില്ല. പിന്നെ വാറിൻ്റെ കാര്യം, വിർച്വൽ അസിസ്റ്റൻറ്റ് റെഫറി എന്ന് തന്നെയല്ലേ, മാറിയിട്ടൊന്നുമില്ല എന്നെ വിശ്വാസം. എന്തിനാണ് ഈ വേൾഡ് കപ്പിൽ വാറിൻ്റെ ഉദ്ദേശം, എന്താണ് അതിൻ്റെ ആവശ്യം? മാറിപ്പോയി പറഞ്ഞത്. സ്റ്റിൽ എടാ, സത്യം പറഞ്ഞാൽ ഫുട്ബോളിനെ അല്ലെങ്കിൽ ടാക്റ്റിക്കലി ടെക്നിക്കലി ഒന്ന് പുഷ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയാണ് വാർ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഈ വേൾഡ് കപ്പിലെ പല മാച്ച് കണ്ടു കഴിഞ്ഞാലും അതിലെല്ലാം വാറ് കാരണം പ്രോപ്പർ ഡിസിഷൻസ് തിരിഞ്ഞ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാം ഞാൻ പറയുന്നൊന്നുമില്ല, ബട്ട് ഒരു 50% ഞാൻ പറയും. കാരണം ഇത്രയും നാൾ കണ്ട രീതിക്ക് വെച്ച് മാറ്റി മൊത്തത്തിൽ ഒരു മൊത്തത്തിൽ വട്ടാക്കുന്ന രീതിയിലോട്ട് വാറ് പോയി. എനിക്കറിയത്തില്ല ഈ റെഫറീസ് എന്താ ചെയ്യുന്നതെന്ന്. റെഫറീസ് മനുഷ്യനാണ്, എനിക്കറിയാം. ദേ ഓൾസോ ഹ്യൂമൻസ്, മിസ്റ്റേക്സ് പറ്റും. പക്ഷേ ബാക്കി ഞാൻ പിന്നെ പറയാം, ഓരോന്നായിട്ട് വരികയല്ലേ. ഇനി തേർഡ് വൺ, എനിക്കിന്നലെ വെള്ളം കുടിച്ചിട്ട് പറയാം. കോപ്പ്. എനിക്കിന്നലെ വന്ന കുറേ മെസ്സേജസ്, ഇന്നലെ ഇന്നുമായിട്ട് വന്ന കുറേ മെസ്സേജസ്. തരി അർജൻറ്റീന ഈജിപ്റ്റ് മാച്ച് നീ കണ്ടല്ലോ, വല്ലാണ്ട് ബയസിങ് ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പച്ചയ്ക്ക് പറയട്ടെ, നല്ല ബയസിങ് ഉണ്ടായിരുന്നു. ആർക്ക്? അർജൻറ്റീനയ്ക്ക്. നല്ല ബയസിങ് എന്ന് വെച്ചാൽ റെഫറിയുടെ ഭയങ്കരമായ ബയസിങ് ഉണ്ടായിരുന്നു. അത് പക്ഷേ അർജൻറ്റീനയ്ക്ക് മാത്രമായിരുന്നു, ഒരിക്കലുമല്ല. റിപ്പോർട്ട് ഞാൻ എടുത്ത് തപ്പിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. മൈനോറിറ്റി വേഴ്സസ് ഒരു ബിഗ് ടീം മാച്ച് വരുന്ന സമയത്ത് there's a huge percentage that referees will always have a hand to the big teams. അതിപ്പോൾ അർജൻറ്റീന ഈജിപ്റ്റ് വന്നു കഴിഞ്ഞാലും ശരി, അവിടെ ഉണ്ടായിരുന്നു. കൊളംബിയ ചെറിയ ടീമൊന്നുമില്ല, ബട്ട് കമ്പയറിങ് വിത്ത് പോർച്ചുഗൽ ഞാൻ ചെറുതാക്കിയെന്നൊന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വരരുത്. പോർച്ചുഗൽ കൊളംബിയ മാച്ച് വന്ന സമയത്തും പോർച്ചുഗലിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഐവറി ജർമ്മനി ഞാൻ പറയുന്നില്ല, അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. ദേഴ്സ് ആൻ എക്സെപ്ഷൻ. ചില മീൻസ് ഫുൾ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു 50-60-70% എന്തായാലും വരും. ഏത് മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയായിരുന്നു സംഭവം. ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ ദിസ് ഇസ് ഹ്യൂമൻ സൈക്കോളജി, അതാണ് സംഭവിച്ചത്. ഒരു ബിഗ് ടീം വേഴ്സസ് സ്മോൾ ടീം വരുന്ന സമയത്ത് മോസ്റ്റ്ലി യൂറോപ്യൻ കൾച്ചറിൽ യൂറോപ്യൻ റെഫറീസ് മാത്രമേ ഞാൻ പറഞ്ഞില്ല, പക്ഷേ കേട്ടതനുസരിച്ച്, ഞാൻ നോക്കിയതനുസരിച്ച് യൂറോപ്യൻ റെഫറീസ് മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബിഗ് ടീംസിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. അത് കൺട്രി ആണെങ്കിലും ശരി, ക്ലബ്ബ് ആണെങ്കിലും ശരി, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. ഇന്നലെ അർജൻറ്റീനയുടെ കാര്യം വന്ന സമയത്ത് 50-50 ചാൻസസ് വരുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ബിഗ് ടീംസിനെയാണ്. ഐ എം സെയിങ് അർജൻറ്റീന ഇസ് എ ബിഗ് ടീം. യെസ്, 3 വേൾഡ് കപ്പുള്ള ചുമ്മാ കാണാൻ വേണ്ടിയല്ല. ഈജിപ്റ്റോ, ദേ ആർ ഹിയർ ടു പ്രൂവ് സംതിങ്. മുഹമ്മദ് സലാം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, എന്തിഷ്ടമാണെന്നറിയാമോ? അവരെയൊക്കെ പോലുള്ള ആൾക്കാർ ഒന്നും ഒരു വലിയൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് യെസ്, ദർ വാസ് എ ബയസിങ് അഗെൻസ്റ്റ് ഈജിപ്റ്റ്. പക്ഷേ ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം. നോക്കണമല്ലോ, നോട്ട് ഓൺലി ഫോർ ഓക്കെ ഫൈൻ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇന്നലത്തെ മാച്ചിലോട്ട് നമുക്ക് വരാം. അർജൻറ്റീന വേഴ്സസ് ഈജിപ്റ്റ്. ഈ മത്സരത്തിലെ എല്ലാം ഞാൻ അങ്ങ് വളച്ചു കെട്ടി പറയുന്നില്ല, കാരണം ഇതിപ്പോൾ രാത്രിയാണ്, പിറ്റേ ദിവസമായി. സോ ഇന്നിപ്പോൾ എത്ര തീയതി? 8-ാം തീയതി രാത്രിയാണ്. കുറേ ആൾക്കാർ കണ്ടു കാണും എന്തൊക്കെയാണ് സംഭവിച്ചത്, ഓരോ വീഡിയോസ് കണ്ടു കാണും. അത് എക്സ്പ്ലെയിൻ ചെയ്തവരും പിന്നെ അതുപോലെ അതിനെപ്പറ്റി സംസാരിച്ചവരും അതിനെ എഗൻസ്റ്റായിട്ട് സംസാരിച്ചവരും എല്ലാം കണ്ടു കാണുമല്ലോ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഓരോ വീഡിയോസ് ഓടിച്ചോളാം, നിങ്ങൾ സൂം ചെയ്തൊന്നും കണ്ടാൽ മതി, യൂട്യൂബ് അല്ലേ.
57-ാം മിനിറ്റിലെ ഫൗൾ ഗോള്, അതായത് ഡിസലവ് ചെയ്ത ഈജിപ്തിൻ്റെ സെക്കൻഡ് ഗോള് അടിച്ചത് സീക്കോ ആയിരുന്നു. ഓക്കെ, ആ ഗോളിൽ ലിസാൻഡ്രോനെ ഫൗൾ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ്, ആ ഗോളിൽ ലിസാൻഡ്രോനെ ഫൗൾ ചെയ്തില്ലേ? യെസ്, അത് പ്രോപ്പർലി ലിച്ചേനെ ഫൗൾ ചെയ്തതാണ്. വീഡിയോ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് നിങ്ങളൊന്നും പറയാനില്ല. കാരണം 2020-ലെയും 2026-ലെയും അർജൻറ്റീനയുടെ തന്നെ 2 ഗോൾസ് ഇതുപോലെ, അത് മെസ്സി അടിച്ച 2 ഗോൾസ്, ഒരെണ്ണം മെസ്സി അടിച്ചാണ്, മറ്റേ ഞാൻ ശ്രദ്ധിച്ചില്ല. അർജൻറ്റീനയുടെ തന്നെ 2 ഗോൾസ് ഇതുപോലെ തന്നെ ആഫ്റ്റർ 30 സെക്കൻഡ്സ് ഫൗള് നടന്നു, ആഫ്റ്റർ 30 സെക്കൻഡ്സ് ഗോൾ സ്കോർ ചെയ്തു, അതിനുശേഷം വാറെടുത്തു, പറയുന്നത് പോലെ ഗോൾ ഡിസലവ് ചെയ്തു. ഇന്ന് അർജൻറ്റീനയ്ക്ക് അത് കിട്ടി. കാരണം ഈജിപ്റ്റ് ഇതുപോലെ ഫൗൾ ചെയ്തു, അവന്മാർ ഗോൾ അടിച്ചു 20-30 സെക്കൻഡ്സിന് ശേഷമാണ്. അറിയാം, ഈജിപ്റ്റ് വാസ് ബ്രില്യൻറ്റ്. അവന്മാരുടെ ആ ഗോളിലോട്ട് കയറുന്ന സമയത്ത് അവന്മാരൊരു കളി ഉണ്ടായിരുന്നു. കട്ട് ചെയ്ത് നട്ട് ചെയ്ത് പാസ് ചെയ്ത് 1 ടച്ചിലൊക്കെ അർജൻറ്റീൻ ഡിഫൻസും മിഡുമല്ല മൊത്തത്തിൽ പൊട്ടുമായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒരാളെ പ്രഷർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്? ഒരൊറ്റ 1 ടച്ച് പാസ്, ആ പാസിൽ അവന്മാർ തീരായിരുന്നു. പക്ഷേ ഇന്നലത്തത് പ്രോപ്പർ ഫൗളായിരുന്നു. ഫസ്റ്റ് വൺ, ആ സെക്കൻഡ് ഗോള് കയറിയത്. ഇനി അടുത്തത് സീക്കോൻ്റെ കാര്യം. സീക്കോ മാച്ചിന് ശേഷം വന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇറ്റ് ഈസ് അൺഫെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വികാരാതീതനായിട്ട് സംസാരിച്ചു, ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സീക്കോന് കൊടുക്കേണ്ട യെല്ലോ കാർഡ് എവിടെ? അതായത് സീക്കോ ആ ഡിസലൗഡ് ആയ 2ാമത്തെ ഗോൾ അടിച്ച സമയത്ത് ജേഴ്സി ഒരു സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതാരെ യെല്ലോ കാർഡ് അർജൻറ്റീനയെ കൊടുക്കാനുള്ളത്? റെഫറിയുടെ പേര് ഞാൻ പറയാൻ വിട്ടേ, ഫ്രാങ്കോയോസ് ലെറ്റക്സിയറോ സംതിങ് അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ പ്രൊണൗൺസിയേഷൻ നോക്കിയില്ല, അത് ഇനി നോക്കാനും സമയമില്ല. ഇങ്ങേർക്ക് എന്താ തലയ്ക്ക് അസുഖമുണ്ടോ? സീരിയസ്ലി, റെഫറീസിനെ പറ്റി ഞാൻ ഒരു കാരണവശാലും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ വർഷം മൊത്തം റെഫറീസിന് മിസ്റ്റേക്കാണ്, മൊത്തം. അതിൻ്റെ കാരണം ഞാൻ അവസാനം പറഞ്ഞുതരാം. സീക്കോന് കിട്ടേണ്ട യെല്ലോ കാർഡ് കിട്ടിയില്ല. കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഇഫ് ദ ഗോൾ ഈസ് ഡിസലൗഡ് ടു ഓഫ് സൈഡ് കാരണോ ഫൗൾ കാരണം ആ ഗോൾ ഡിസലവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻ ദ മാച്ച് അയാളുടെ ജേഴ്സി ഊരി. ആൻഡ് ഓൾവേസ് മാച്ചിൻ്റെ അകത്ത് വെച്ച് ജേഴ്സി ഊരിക്കഴിഞ്ഞാൽ, അത് സെലിബ്രേഷൻ ആണെങ്കിലും അതല്ല ജേഴ്സി മാറ്റി വേറെ ജേഴ്സി ഇടാൻ വേണ്ടിയാണെങ്കിലും എന്താണെങ്കിലും ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു യെല്ലോ കാർഡുണ്ട്, അതവിടെ കൊടുത്തില്ല. എന്തേ? അപ്പോൾ ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. അർജൻറ്റീനയ്ക്കെതിരെ വരുന്ന സമയത്ത് എല്ലാത്തിനും 100 നാവാ. ഈ സംസാരിക്കുന്നവന്മാരാരാ? എടാ, പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ പോകണം, അല്ല കണ്ടവൻ്റെയൊക്കെ ആസനം എന്നൊക്കെ നിൽക്കുകയല്ല നീയൊക്കെ ചെയ്യാനുള്ളത്. ഇനി നാളെ വരും, അടുത്ത ദിവസം വരും, സ്വിറ്റ്സർലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഹാലൻഡിന്, നോർവേയും, പിന്നെ നോർവേ ആരായിരുന്നു മറന്നുപോയി, കോപ്പ്, ഇംഗ്ലണ്ട്, അവന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. നിനക്കൊക്കെ എന്തുവാടാ? എടാ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അർജൻറ്റീനയുടെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഐ എം എ സ്പെയിൻ ഫാൻ. കാരണം ഞാനൊരു ബാഴ്സലോണ ഫാൻ തന്നെയാണ്. അതുകൊണ്ട് യൂഷ്വൽ എന്തായാലും ഞാൻ സ്പെയിനെ സപ്പോർട്ട് ചെയ്തിരിക്കും. എന്ന് വെച്ച് ചാടി കളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നോർവേയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ടീം കാപ് വെർഡെയാണ്. അത് സീസൺ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാകും. ഞാൻ ബുബിസ്റ്റയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ കാപ് വെർഡെയുടെ ആ ഒരു ജേർണിയെ പറ്റി പറയുന്നുണ്ട്, ക്യാപ്റ്റൻ റിയാൻ മെൻഡസിനെ പറ്റി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. സോ ചാടി നിന്ന് സമാധാനപ്പെടെ. ഓക്കെ, ഇതാണ് സംഭവം. ചാടി നിന്ന് നീയൊക്കെ നിൻ്റെ വില കളയത്തേ ഉള്ളൂ. എന്തിനാ വെറുതെ? പിന്നെ ഈ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ബ്രെയിനുള്ള ഫാൻസ് കാര്യമാക്കണം. നിങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയൊരു ടോക്ക് വരില്ല, അത് 100% ഉറപ്പാണ്. കാരണം തലയിൽ ആൾതാമസം ഉണ്ടെങ്കിൽ പോത്തിൻ്റെ ചെവി വേദം ഓതുന്ന പോലെ ആവില്ല. ഓക്കെ, ഒരു ഹെൽത്തി ഡിബേറ്റ് നടക്കും. അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് അറിയുകയും ചെയ്യാം. ആൻഡ് ഐ റെസ്പെക്ട് ദോസ് പേഴ്സൺസ്. മെൻഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവന്മാരൊക്കെ നീ പോയി എന്തെങ്കിലും വിളിക്കാവുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. ഇനി സലയുടെ ഫൗള്, അത് ലാസ്റ്റ് മിനിറ്റിലായിരുന്നു. എടാ, അതിനെയൊക്കെ ഫൗളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ തലക്കടിച്ച് വിടണം. ഗോൺസാലസ് ഫസ്റ്റ് ടച്ച് ചെയ്ത് ബോളിലാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഫസ്റ്റ് ടച്ച് ബോൾ കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും ഒരു കാലി കൊണ്ടെന്ന് വെച്ചുകൊണ്ട് പെനാൽറ്റി കൊടുക്കുക ഒരു കാരണവശാലും അധികാരമില്ല. കാരണം ഈ വീഡിയോ നീയൊക്കെ കണ്ടിട്ട് ഇതിന് എങ്ങനെയാണ് പെനാൽറ്റി എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഫൗൾ എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ഈ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, ഉമ്മി കാണുന്ന വീഡിയോ, അതുകൊണ്ട് തന്നെ വഴക്ക് പറയും. കഴിഞ്ഞ ദിവസം മൂഞ്ചിന്നൊരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എന്നെ എടുത്ത് പൊരിച്ച്.
ഇല്ല, പണ്ടേ നിന്നെയൊക്കെ ഞാൻ തെറി വിളിച്ച് ഉറക്കിയേനെ. തെറി വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിനക്കൊക്കെ ഇന്നേ ഞാൻ ഫുള്ള് ക്ലാസ് എടുത്തരാം, കണ്ടോ. ഇനി സലയുടെ കാര്യം കഴിഞ്ഞു, ഇനി അതിലോട്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഈജിപ്റ്റ് കോച്ചിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഹൊസാം ഹസൻ പുള്ളി ഇങ്ങനൊരു സാധനം കാണിച്ചു. ദിസ് മീൻസ് ഒരു മാച്ചിൽ ഒരു റേഷ്യൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര വൾഗറിറ്റി നടന്നു കഴിഞ്ഞാൽ ഏതൊരു പ്ലെയറും കാണിക്കുന്നൊരു കാര്യമാണിത്. ഈ ഒരു സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ റെഫറിയെ മാച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചത്? ഈ ഒരു സിമ്പിൾ കോച്ച് കാണിച്ച സമയത്ത് റെഫറി മാച്ച് സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്തത്, ചെന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും 4-5 പേർക്ക് യെല്ലോ കാർഡാണ് കൊടുത്തത്. ഇന്നലെ ഈജിപ്തിന് കിട്ടിയ 5 യെല്ലോ കാർഡ്സ് ഉണ്ട്. ആ 5 യെല്ലോ കാർഡും കയറിയത് 90+5 ശേഷമാണ്. ഇൻ മാച്ച് 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗൾ ചെയ്തു, പക്ഷെ ഒറ്റ കാർഡ് പൊങ്ങിയില്ല. എല്ലാ കാർഡ് പൊങ്ങിയത് ആഫ്റ്റർ 90+5. ഒരു കാർഡ് സീക്കോന് പൊങ്ങേണ്ടതാണ്, അത് പൊക്കിയത് പോലും ഇല്ല. ഇനി റെഫറി മറന്നതാണോ എന്തോ തമ്പുരാനറിയാം. എടാ വട്ടാണോ ഇവനൊക്കെ? സീരിയസ്ലി ഞാൻ ചോദിക്കുക. ഒരാവശ്യമില്ലാതെ ഒരു കാരണവും ഇല്ലാതെ. ഫൈൻ. അടുത്തത് പിന്നെ എല്ലോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഈജിപ്റ്റ് പ്ലേയേഴ്സ് ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, കോച്ചാണെങ്കിലും ഈജിപ്തിൻ്റെ പ്ലേയേഴ്സ് ആണെങ്കിലും പറഞ്ഞ ഡയലോഗ് ഇതായിരുന്നു: പ്രഷർ ഓൺ അർജൻറ്റീനിയൻ സൈഡ് ഓൺ ദ റെഫറി. കഴിഞ്ഞ മാച്ച് റെഫർ ചെയ്തത് 3 ഫ്രഞ്ച് കോച്ചും 2 നോർവേ കോച്ചുമായിരുന്നു. ഫ്രാൻസും അർജൻറ്റീനയും തമ്മിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ഫൈനലിൽ എടുത്തിട്ട് അലക്കിയതാ. എന്നിട്ട് അവന്മാർ നമുക്ക് വേണ്ടി നിൽക്കുമെന്ന്. എടാ, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നാക്കിലെ വെള്ളം പറ്റി എനിക്ക് തലപ്രാന്തെടുക്കുന്നു. ഇനിയുണ്ട്. ലാസ്റ്റ് അൾട്രയിലോട്ട് വരുന്ന സമയത്താണ് എനിക്ക് ഭ്രാന്താണ്. കുറച്ചും കൂടെ വെള്ളം കുടിക്കട്ടെ, ഇല്ലാതെ ശരിയാവില്ല. പച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണോ ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നതിന് കാര്യമാണ്, ഞാൻ എങ്ങനെയാണോ ഇതിനൊക്കെ റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആസ് എൻ അർജൻറ്റൈൻ ഫാൻ. ഫുട്ബോൾ ഫാൻ അല്ല. ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. ഐ നീഡ് ടു ഡിഫെൻഡ് മൈ കൺട്രി. ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നാലും സ്റ്റിൽ കുറേ നാളെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കുരു എല്ലാമാർക്കും. എടാ, നീയൊക്കെ കുരു പിടിച്ച് എവിടെ പോകുന്നടാ? എന്തിന് ഇമാതിരി ഹെയ്റ്റ്? സീരിയസ്ലി ഞാൻ ചോദിക്കുക, എന്തിന് ഇത്രയ്ക്ക് ഹെയ്റ്റ് നിങ്ങൾക്ക്? പൊന്നു, സത്യം പറഞ്ഞാൽ നീയൊക്കെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. സീരിയസ്ലി പറയാം. എന്നിട്ടാവും ഒരു അനുഭവിച്ചതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ നിൽക്കുന്നത്. നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല ദേഷ്യമല്ല, എനിക്ക് കുറച്ച് മുന്നേ ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ നല്ല സങ്കടമായിരുന്നു ആ ഒരു ടൈമിൽ. 2014, 15, 16, പിന്നെ തിരിച്ച് വന്ന് 18 വേൾഡ് കപ്പ്, 19 കോപ്പ. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ലിയോണൽ മെസ്സി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്നു. അദ്ദേഹം കളിച്ച ഫൈനൽസ് ആർക്കും നോക്കേണ്ട ആവശ്യമില്ല. ഒളിമ്പിക്കാണെങ്കിലും ഇതിനു മുന്നേ ഒളിമ്പിക്സിൽ പുള്ളി ഗോൾ നേടിയതാണ്. അതൊക്കെ പുല്ല് വിലയായിരുന്നു. ഞാനൊക്കെ പണ്ടൊക്കെ ഇത് പറഞ്ഞുകൊണ്ടെങ്കിലും നിൽക്കുമായിരുന്നു. അപ്പോൾ കളിയാക്കി വിടുന്ന എത്ര പേരായിരുന്നു എന്നറിയോ? ഇനി ഒരു ചോദ്യം: വൈ ആർ യു ക്രിട്ടിസൈസിങ് അർജൻറ്റീന ആൻഡ് ദെയർ പ്ലെയേഴ്സ് ആൻഡ് ദെയർ ഫാൻസ്? ഫാൻസിനെ എല്ലാവരെയും ഞാൻ പറയത്തില്ല, ചിലരെല്ലായിടത്തും കാണും കീടാണ് പോലെ, സമ്മതിച്ചു. പക്ഷെ എന്തിനാണ് ഈ മാച്ചിൽ കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങൾ, റെഫറീസിൻ്റെ മിസ്റ്റേക്ക് എല്ലാം കൂടെ അർജൻറ്റീനയുടെ തലയിൽ കൊണ്ടിടുന്നത്? എടാ, അർജൻറ്റീനയുടെ ഇന്നലത്തെ മാച്ചിൽ സംഭവിച്ച എല്ലാം തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ ഉടനീളം മൊത്തത്തിൽ ഓരോ മാച്ചിലും നടന്നിട്ടുള്ള കോൺട്രവേഴ്സസ്. ചിലപ്പോൾ ഇതിനേക്കാളും വലുത് നടന്നിട്ടുള്ളതുമുണ്ട്. പക്ഷേ അർജൻറ്റീന വരുന്ന സമയത്ത് എല്ലാമാർക്കും അങ്ങ് പൊട്ടും. എല്ലാമാരെന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഫാൻസായിട്ട് എത്ര പേരുണ്ട് ഇപ്പോൾ? പ്രോപ്പർ ഈജിപ്റ്റ് ഫാൻസായിട്ട്, ലോയൽ ഈജിപ്റ്റ് ഫാൻസായിട്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഈ പറയുന്ന പോലെ അർജൻറ്റീനയുടെയും പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയും ഫാൻസിൻ്റെ 100-1 പോലും കാണത്തില്ല. പക്ഷെ ഞാനൊക്കെ അർജൻറ്റീനയൊക്കെ ഒരു ടീമിനെതിരെ ഇപ്പോൾ കളിക്കാൻ പോകുന്ന സമയത്ത് ഘടകങ്ങളെ, എടാ നീയൊക്കെ വരണം, നീയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ കുറേ എണ്ണത്തിൻ്റെ തനി സ്വരൂപം കഴിഞ്ഞ ദിവസം മനസ്സിലായി. അതായത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്ന അറിയാം, പോർച്ചുഗൽ തോറ്റ സമയത്ത് ഞാൻ ഇൻസ്റ്റയിലിട്ട റീല് നിങ്ങൾ കണ്ടു വെക്കുക ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഒരു കാരണവശാലും ഞാൻ ഹേറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല ബാക്കി എല്ലാവരെയും പോലെ. കാരണം ഇത് സത്യം പറഞ്ഞ് എനിക്ക് ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഐ ആം എ ഫുട്ബോൾ ഫാൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ പറ്റി ഒരക്ഷരം പോലും ഞാൻ മോശം പറഞ്ഞിട്ടില്ല. അയാളെ പറ്റി ഒരക്ഷരം പോലും ഞാൻ അപമാനിച്ച് സംസാരിച്ചിട്ടില്ല. പറ്റുമെങ്കിൽ നീയൊക്കെ തൂക്കി എടുത്തോണ്ടോ എൻ്റെ ഏതെങ്കിലും ഒരു റീല് എടുത്തോണ്ട് വാ.
ഞാൻ ഇത്രയും നാളും നിന്നെയൊക്കെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോനെ അല്ല കളിയാക്കിയത്, അവൻ്റെ മാറിപ്പോയി, അദ്ദേഹത്തിൻ്റെ കുറേ മണ്ടൻ ഫാൻസ്, ഫ്രസ്ട്രേറ്റഡ് ഫാൻസിനെ മാത്രം ഞാൻ അങ്ങനെ പച്ചയ്ക്ക് കളിയാക്കിയിട്ടുള്ളത്. അല്ലാതെ നിനക്കൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുത്തോണ്ട് വാ, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. പിന്നെ എന്തിന്, വൈ ആർ യു ക്രിട്ടിസൈസിങ് അർജൻറ്റീന ദിസ് മച്ച്? വൈ ആർ യു ഹേറ്റിംഗ് അർജൻറ്റീന ദിസ് മച്ച് വൈൽ എവറിത്തിങ് ഈസ് ഡൺ ബൈ ഫിഫ ആൻഡ് ദെയർ വൃത്തികെട്ട കുറേ നിയമങ്ങൾ? ഈ റെഫറീസിനെ വെക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഈ UFC കൊണ്ടെല്ലാം വെച്ചതും ഫിഫയാണ്. ഇവന്മാരുടെ ഇപ്പോഴത്തെ കുറേ പരിപാടികൾ എനിക്ക് പിടിക്കുന്നില്ല, ഒട്ടും പിടിക്കുന്നില്ല. പക്ഷേ ഇതിനെല്ലാം തെറിയേക്കുന്ന അർജൻറ്റീന. പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം എല്ലാവരും പുറത്തായി. ഇനി ബാക്കിയുള്ളതോ അർജൻറ്റീന. ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് പോയിട്ടുണ്ട്. എംബാപ്പയുടെ കിണ്ടി, എൻ്റെ പൊന്ന്. ഓക്കെ ഫൈൻ, അത് പോട്ടെ. ഇന്നലെ ഞാൻ കുറേ സോക്രട്ടീസിൻ്റെ കോട്ട് കണ്ട്. ഈ സോക്രട്ടീസ് ആരാത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത കുറേ എന്നെക്കാളും പ്രായമുള്ള കുറേ പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ തെറിയും വിളിക്കാൻ പറ്റൂല. വൈ അത് ബ്രാച്ചുകളും എല്ലാമാരും ഇട്ടിട്ടുണ്ട്. ബ്രസീൽ, പോർച്ചുഗൽ, പുറത്തായ എല്ലാവരും. എന്തിനടാ ഇത്? ഞാൻ ബ്രസീലിനെ പോർച്ചുഗലിനെ മാത്രം കുറ്റം പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഏറ്റവും കൂടുതലുള്ള അവന്മാരാണ് വോളിയത്തിൽ. ജർമ്മനി വരുന്നുണ്ട്, പിന്നെ ഇല്ലയെന്നാണോ? ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാനിവിടെ ഒരു സാധനം കൊടുക്കാം. ഇതെന്തോന്നറിയോ? അർജൻറ്റീനയ്ക്കെതിരെ ട്വിറ്ററിൽ വന്നേക്കുന്ന ഒരു ഹൈ നെഗറ്റീവ് PR വർക്കിൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസാണ്. നിങ്ങളുടെയൊക്കെ ഇപ്പോൾ ഫീഡിൽ ഇന്നലെ മുതൽ അർജൻറ്റൈൻ ടീമിനെയും അവരുടെ ഓരോ കാര്യങ്ങളെ, മാച്ചിനെ പറ്റിയാണെങ്കിലും എല്ലാത്തിനെ പറ്റിയും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറേ വീഡിയോസ് വരുന്നുണ്ടല്ലോ. എക്സ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരമാണ് അതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ഭാഗമെന്ന്. ഇവിടെ ഇല്ലയെന്നല്ല, എല്ലായിടത്തും ഉണ്ട്. ഫേസ്ബുക്ക് കയറി നോക്കി കഴിഞ്ഞാൽ പിന്നെ കിളവന്മാരുടെ തെറിയ. ഇവന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണോ തെറി വിളിക്കുന്നത് തമ്പുരാൻ അറിയാം. പിന്നെ പറയാനുള്ളത് ഒന്ന് വായിച്ചോട്ടെ, ഞാൻ എഴുതി വെച്ചിട്ട് ഓരോന്ന് മറന്നുപോയി. പറയാനുള്ളത്, എടാ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വേൾഡ് കപ്പ് അടിച്ചത് 2022. അത്രയും കഷ്ടപ്പെട്ട്. ഇതിനു മുന്നേ 2007 കോപ്പ നമ്മൾ തോറ്റത്. അന്നൊരുത്തനും മെസ്സിയെ ഫിഫ ബോയ് എന്ന് വിളിച്ചില്ലല്ലോ. 14 ഫൈനൽ കയറിയപ്പോൾ ഒരുത്തനും മെസ്സിയെ ഫിഫ ബോയ് എന്ന് വിളിച്ചില്ലല്ലോ. 15, 16 കോപ്പ ഫൈനൽ തോറ്റപ്പോൾ ഒരുത്തനും വിളിച്ചില്ലല്ലോ. 18 ഫ്രാൻസിനെതിരെ തോറ്റപ്പോഴും ഒരുത്തനും വിളിച്ചില്ലല്ലോ. 19 ബ്രസീലിനെതിരെയാണ്. ബ്രസീലിനെതിരെ കോപ്പ തോറ്റപ്പോഴും ഒരുത്തനും പറഞ്ഞില്ലല്ലോ. എന്തേ? അന്ന് പറഞ്ഞെന്താ? ഹീസ് ആൻ ഇൻ്റർനാഷണൽ ഫ്ലോപ്പ്, ഈസ് ജസ്റ്റ് എ ക്ലബ് പ്രോഡക്റ്റ്. ജയിച്ചു തുടങ്ങിയപ്പോൾ നിനക്കൊക്കെ അങ്ങ് കടിയായടാ. വല്ല മുള്ളിലോ മുരിക്കിലോ പോയി കയറുക, അതങ്ങ് തീർക്കാ കൃമികടി. 21 കോപ്പ ജയിച്ചത് മുതൽ തുടങ്ങിയതാണ്. 21 കോപ്പ റിഗ്ഡ്, 21 ഫൈനലിസ്മ. എന്ത് ടൂർണമെൻറ്റ്! 22 വേൾഡ് കപ്പ്. റിഗ്ഡ്. അന്ന് മുതൽ ഉമ്മയുടെ വായിൽ എന്ത് ചോദിച്ചാൽ റിഗ്ഡ്. എടാ 3 പേര് റിഗ്ഡാണ് നീയൊക്കെ തിന്നുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് തീർന്നില്ല. 24 പറയുന്നത് എന്താ? കോപ്പയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ല പോലും. യൂറോ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ. ശരിയാ, യൂറോ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവിടെ മൊറോക്കോ ഇല്ല, അവിടെ DR കോങ്കോ ഇല്ല, അവിടെ കൊളംബിയ ഇല്ല. ഞാൻ എന്ത് പറയാൻ ഇതിനോടൊക്കെ? ഈ PR വർക്ക് നടത്തുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, ഇത് ചെയ്യുന്ന ആരാണെങ്കിലും മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി, ഇത് ബുദ്ധിയുള്ളവന്മാർ മാത്രം മനസ്സിലാക്കിയത്, ബാക്കിയുള്ളവർ കുറച്ചുകൊണ്ടിരിക്കട്ടെ, കുഴപ്പമില്ല. ഇത്രയും വൃത്തികെട്ട PR ആണ് അർജൻറ്റീനയ്ക്കെതിരെ നടക്കുന്നത്. വൈ? എന്തുകൊണ്ട്? ലിയണൽ മെസ്സി ഗോട്ടായതുകൊണ്ടാണോ? സ്റ്റിൽ ഞാനിപ്പോഴും പറയുന്നത് there's only one GOAT, there's only one best player in the world and his name is Lionel Messi. He's not a human, he's an alien. പക്ഷേ ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ശരി, ഇതിനൊക്കെ കാരണം മൂളിൽ കിടന്ന് ചരട് വലിക്കുന്ന കുറേ പേരുണ്ട്. നമ്മളൊക്കെ ജസ്റ്റ് പപ്പറ്റ്സാണ്. വി ആർ ലിവിങ് ഇൻ എ മെട്രിക്സ്. യെസ്, ഇതിൻ്റെയൊക്കെ മുകളിൽ കുറച്ച് പേരുണ്ട്. ഇലുമിനാറ്റി എന്ന് വിളിക്കാം. ഇനി സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പേരടിച്ചിടാം,
ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. വേണ്ട പറയാം, റോക്ക്ചൈൽഡ് ഫാമിലി എന്ന് പറയാം, ഇനി അതുമല്ല റോക്ക്ഫെല്ലേഴ്സ് എന്ന് പറയാം. അതായത് someone above the പവർ ഇതാണ്, പൊളിറ്റിക്സ് ഇതാണ്, അതിന് മുകളിൽ കുറച്ച് പേരുണ്ട്. ദേ ആർ കൺട്രോളിങ് ദിസ് വേൾഡ്. അതൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ്. പിന്നെ PR കാര്യം പറഞ്ഞപ്പോൾ, ഈ ഒരു സാധനം കൂടെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. അർജൻറ്റീന ഭയങ്കര ലാറ്റിൻ അമേരിക്കയിലെ ഒരു വേഴ്സ് കൺട്രിയാണ്. അവരെ കമ്പയർ ചെയ്യുന്നത് യൂറോപ്പിലെ ഒരു വൃത്തികെട്ട കൺട്രി ആയിട്ടാണ്. ആ കൺട്രി ഒരു വൃത്തിയുടെ കൺട്രിയാണ്, സത്യം പറയാം, ഉള്ള കാര്യമാണ്. അവരുടെ സെക്കൻഡ് ഡാഡിയാണ്, സോറി US-ൻ്റെ ഡാഡിയാണ് അവന്മാർ യൂഷ്വൽ. പക്ഷേ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ എല്ലാമാരും ഈ പറയുന്ന പോലെ പൊളിറ്റിക്സ് നോക്കിയിട്ട് ഫുട്ബോൾ കാണാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നീയൊക്കെ ഇംഗ്ലണ്ടിനെ എന്തിനു സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? വർഷങ്ങളോളം ഇന്ത്യ കോളനൈസ് ചെയ്ത് എത്ര മില്യൺ കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയവന്മാരാ. പോർച്ചുഗലിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്നു, എന്നിട്ട് എന്താ ചെയ്തേ? ഇവിടെ നിന്നുള്ള സ്പൈസും പണ്ടാരവും മാങ്ങയും തേങ്ങയും എല്ലാം എടുത്തുകൊണ്ട് പോയി. അവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഈ ഫുട്ബോളും പൊളിറ്റിക്സും ഒരു കാരണവശാലും കുഴച്ചടിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്കൊക്കെ വന്ന്? ഓരോരോ മാച്ച് തോക്കുമ്പോൾ കൊണ്ടുവരുന്ന കാരണങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, വെച്ചങ്ങ് അടിച്ചു തരാൻ തോന്നുന്നു പാണ്ടാറിറങ്ങാനായിട്ട്. എടാ തോൽവി അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്നത് ബ്രെയിൻലെസ് ഫാൻസും പിന്നെ അൾട്രാഷിറ്റ് ഫാൻസും. ഉമ്മമാരുടെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്നതിൻ്റെ ഉമ്മ ഉണ്ട്, എന്നെ കയറി ചിലപ്പോൾ അടിക്കും, അതുകൊണ്ട് വേണ്ട. നിന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ഫിഫ പോയി പൈസ കൊടുത്തു, അർജൻറ്റീന റിഗ്ഡ്, റഫറി സൈഡിൽ. ശരിയാ എടാ, 2022 ഞങ്ങൾ ഫിഫയ്ക്ക് പൈസ കൊടുത്തിരുന്നു. അന്ന് മുതൽ റഫറീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇനിയും കൂടെ കാണും. തിരിച്ചു കൊടുക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ പറയും നീയൊക്കെ ചെയ്യും, ഞങ്ങൾ പറയാം റഫറി ചെയ്യും. നിനക്കൊക്കെ കാർഡ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറി ചെയ്യും. നിന്നെയൊക്കെ പുറത്ത് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറി ചെയ്യും. നിന്നെയൊക്കെ ഈ ഫിഫ ടൂർണമെൻറ്റ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫാൻറ്റിനോ ചെയ്യും. ഞങ്ങൾ പൈസ കൊടുത്തു, അത് നീയൊക്കെ വാങ്ങിച്ച് നക്കി, നിൻ്റെ ആ കണ്ണന്മാർ നക്കി തിരിച്ച് വീട്ടിൽ പോയി ഇരിപ്പുണ്ട് TV കണ്ടുകൊണ്ട്. കാരണം എത്രയൊക്കെ നിന്നോടൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നീ ഒന്നും മനസ്സിലാക്കത്തില്ല. ഇത് ഈ പറഞ്ഞ പോലെ അൾട്രാ ഫാൻസിനോടാണ്. ശരി, ഞങ്ങൾ പൈസ കൊടുത്തു, എനിക്കിതൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പൈസ കൊടുത്തു, നീയൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോ. എനിക്കെന്തായാലും അതിൽ വലിയ ഛേദമൊന്നുമില്ല. കോപ്പ്. എൻ്റെ പൊന്നോ, എന്നെക്കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ച കുറേ അണ്ണന്മാരുണ്ട്. എല്ലാമാരും ഞാനിങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. ഇനിയുള്ള മാച്ചസ് അർജൻറ്റീനയ്ക്ക് സ്വിറ്റ്സർലാൻഡ് ആകാമെന്നില്ല. അർജൻറ്റീനയ്ക്ക് ഇനി സ്വിറ്റ്സർലാൻഡാണ്, അതിനുശേഷം ചിലപ്പോൾ നോർവേ ആകാം. ഇംഗ്ലണ്ടിന് ഞാൻ എന്തായാലും പറയാൻ നിൽക്കുന്നില്ല, പ്രഡിക്ഷനൊക്കെ പിന്നെ ഇട്ടോളാം, ഇൻസ്റ്റേവാ. ഇംഗ്ലണ്ട് ആകാം, പിന്നെ ഫൈനലിൽ സ്പെയിനോ ഫ്രാൻസോ ആകാം, ആരേലും ആകാം. പ്രഡിക്ഷൻ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും നീയൊക്കെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നിങ്ങൾ ചെന്നിട്ട് ഒരു ഘടകം ഉണ്ടാക്കണം. എന്നിട്ട് ആദ്യം അവന്മാരങ്ങ് പൊക്കി കയറ്റണം. അർജൻറ്റീനയായിട്ട് തോക്കുന്ന സമയത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അവന്മാരെ നീയൊക്കെ അങ്ങ് പണ്ടാറടക്കണം. അവൻ്റെ കമൻറ്റ് ബോക്സിൽ ചെല്ലണം. അതാണ് യൂഷ്വൽ. അണ്ണൻ്റെ പാൽ കുടിക്കുന്ന ഫാൻസിൻ്റെ എല്ലാവരുടെയും പരിപാടി ഇതാണ്. അവരുടെ കമൻറ്റ് ബോക്സിൽ ചെല്ലുക, അവരുടെ ഫാമിലിയുടെ കമൻറ്റ് ബോക്സിൽ ചെല്ലുക, പച്ചയ്ക്ക് ചീത്ത വിളിക്കുക. എടാ, നിൻ്റെയൊക്കെ വീട്ടിലും ഉണ്ടടാ ഫാമിലി എന്ന് പറയുന്നൊരു കാര്യം. നിൻ്റെയൊക്കെ വീട്ടിലുണ്ടടാ ഒരു അച്ഛനും അമ്മയും പെങ്ങളും അനിയനും ചേട്ടനും ചേച്ചിയും, നിനക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേര്. അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ചെന്നിട്ട് ഇമാതിരി വൾഗർ തെറിയും വൃത്തികെട്ട മെസ്സേജും ഒക്കെ അയക്കുന്നത് നിനക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിൻ്റെയൊക്കെ വീട്ടിൽ ആരോടെങ്കിലും വന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊക്കെ ശബ്ദം പൊക്കാൻ പോലുള്ള അധികാരമില്ല. വോയിസ് അവിടെ തീരും, അത് മനസ്സിലാക്കിക്കോ. നല്ല ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് ഞാൻ, നല്ല ഫ്രസ്ട്രേറ്റഡ്. അത് കളി കാരണമല്ല, ഇതുപോലെ കുറേ കൊണച്ച ഫാൻസ് കാരണം. ബ്യൂട്ടി കളയാൻ വേണ്ടിയിട്ടുള്ള കുറേ സോറി പറ്റിപ്പോയി, ക്ഷമിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്നെ ഫേക്കെന്ന് വിളിക്കാൻ വരുന്ന കുറേ പേരുണ്ട്. നീയൊക്കെ വിളിച്ചോ, നീയൊക്കെ എന്നെ ഫേക്കെന്നോ, നീയൊക്കെ എന്നെ മാങ്ങിയെന്നോ, നീയൊക്കെ എന്നെ എന്തേലും വിളിച്ചോടാ, എനിക്കൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ പ്രോപ്പർലി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ നിന്നെ ഇട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് കുത്തി ഇൻസ്റ്റേ കണ്ടോ സാധനം വരും. ഓക്കെ, ഞാൻ എന്തോ ഇതിനിടയ്ക്ക് പറയാമെന്നറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അതെന്തോ വാലിഡ് പോയിൻ്റ് ആയിരുന്നു. കോപ്പ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറന്നുപോയത്, അതാണ് പ്രശ്നം പറ്റിയത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്.
ട്രിഗർ ആവുകയാണെങ്കിൽ നീയൊക്കെ എങ്ങനെ ട്രിഗർ ആയിക്കൊള്ളു. എനിക്കൊരു തേങ്ങയില്ല, ഇന്നൊന്നും തുടങ്ങിയൊന്നുമല്ല. പിന്നെ ഞാനിപ്പോഴും പറയുന്നു, ഒരു കാരണവശാലും മെയിൻ കുറച്ച് ഫാൻസ് ഉണ്ട്, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ഫാൻസ് എന്നാണ് ഞാൻ പറയുന്നത്. അവരെ ഒരു കാരണവശാലും ഇത് ട്രിഗർ ചെയ്യിപ്പിക്കത്തില്ല. അത് 100% ഉറപ്പാണ്. അവർക്ക് മനസ്സിലാകും ഞാൻ എന്തായി പറയുന്നതെന്ന്. കാരണം അവർക്ക് തലയിൽ കുറച്ച് സാധനമുണ്ട്. എടാ കുറച്ചെങ്കിലും മതിയടാ ഇത് മനസ്സിലാക്കാനായിട്ട്. അതില്ലാത്തവന്മാരിതാ ഇതിൻ്റെ താഴെയാണെങ്കിലും ഒന്ന് തെറി വിളിക്കും. ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ കിളവന്മാരാ വന്നിട്ട് അവന്മാർ, അതാണ് ഏറ്റവും ദാരുണം. ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഫേസ്ബുക്കിൽ ചെല്ലുന്ന സമയത്ത് കുറേ അണ്ണന്മാരുണ്ട്, നിൻ്റെ നമ്പർ താടാ, നിന്നെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന്. 100 വിളിച്ചോ, നീക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അവന്മാർ ഈ വീട്ടിൽ വന്ന അവസാനം എടുത്തുകൊണ്ട് പോക്കോളും. ഇമാതിരി പൊട്ടന്മാരുണ്ടല്ലോ, ഇവന്മാരുടെ കൂടിയൊക്കെ ആണല്ലോ നമ്മളിങ്ങനെ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ. എടാ ഇത്രയേ ഉള്ളൂ, അണ്ണൻ കഴിഞ്ഞു, അണ്ണൻ്റെ കാലം കഴിഞ്ഞു. പക്ഷെ ചെയ്തു വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പുള്ളി റയലൊക്കെ ആയിരുന്ന സമയത്ത് ഹീ വാസ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ, ഹീ വാസ് എ ബെസ്റ്റ് ഗോൾ മെഷീൻ എവർ. അവിടെ വേറെ ക്വസ്റ്റ്യൻ ഇല്ല. ഫസ്റ്റ് സ്പോർട്ടിങ്ങിൽ നിന്ന് ഒന്നും കാണാതെ അല്ല അലക്സ് ഫെർഗ്യൂസൺ മൂപ്പരെ കൊണ്ട് യുണൈറ്റഡിലോട്ട് വന്നത്. അലക്സ് ഫെർഗ്യൂസൺ എന്ന് പറയുന്നൊരു കോച്ചുണ്ടല്ലോ, പുള്ളിക്കൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ ഇങ്ങനൊരു യങ് ടാലൻറ്റിനെ പൊക്കിയെടുത്തുകൊണ്ട് വരാമെന്ന് വെച്ചാൽ ദർ സംതിങ് ഇൻ ഹിം. പുള്ളിയുടെ സ്റ്റോറി എന്നൊക്കെ വെച്ചാൽ ഇൻസ്പിറേഷനാണ്, കൺഫേം, ഉറപ്പാണ്. അറ്റ് യുണൈറ്റഡ് ഹി വാസ് എ ബീസ്റ്റ് ഡ്യൂറിങ് ഹിസ് യങ് ഏജ്. ആഫ്റ്റർ ഇൻ റയൽ മാഡ്രിഡ് ഹി വാസ് ഡോമിനേറ്റിംഗ് ലൈക്ക് ഹെൽ. പക്ഷെ അപ്പുറത്തെ ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഡോമിനേഷൻ സെക്കൻഡിലോട്ട് കുറഞ്ഞുപോയി, വല്ലാണ്ട് കുറഞ്ഞുപോയി. ട്രോഫീസിന് കണക്കിനാണെങ്കിലും ഇമ്പാക്റ്റിന് കണക്കിനാണെങ്കിലും എന്തിലാണെങ്കിലും. പിന്നെ പുള്ളി യുവൻറ്റസിലേക്ക് പോയി. ഞാൻ പറയട്ടെ, യുവൻറ്റസിലെ ക്രിസ്ത്യാനോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ദാറ്റ് ക്രിസ്ത്യാനോ വാസ് എ ബെസ്റ്റ് പ്ലേ മേക്കർ വേർഷൻ ഓഫ് ഹിംസെൽഫ്. പുള്ളിയുടെ വേർഷനിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേ മേക്കർ അതായിരുന്നു. പോയി മാച്ച് കണ്ടാൽ അത് മനസ്സിലാവും. തിരിച്ച് യുണൈറ്റഡിലോട്ട് വന്നു. പ്രീമിയർ ലീഗിൽ അറ്റ് ദ ഏജ് ഓഫ് 36 or 37 തിരിച്ച് വന്നിട്ട് കളിക്കാമെന്ന് വെച്ചാലുണ്ടല്ലോ, ആ ഒരു ഫിസിക്കാലിറ്റി പുള്ളി പീക്കായിരുന്നു. ആ ഒരു ഫിസിക്കാലിറ്റിയിലൊക്കെ തിരിച്ചു വരാമെന്ന് വെച്ചാൽ ലൈക്ക് ടിയാഗോ സിൽവ ചെൽസിയിലോട്ട് വന്നത് 39ാമത്തെ വയസ്സിലാണ്. എന്തേ പറ്റുന്നവർ വരുവാടാ. പക്ഷേ ടെൻ ഹാഗ് വന്നു, ആ മണ്ടം വന്നിട്ട് കുറേ പരിപാടി ചെയ്തു. അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അണ്ണൻ ഈഗോ കാണിച്ചു, പുറത്തുപോയി. എന്നെ ബാഴ്സലോണയും ലിയോണൽ മെസ്സിയും പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഫോർ മീ ക്ലബ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നോ പ്ലെയർ ഈസ് മോർ ദാൻ ദ ക്ലബ്. അത് മെസ്സി പോകുന്നത് വരെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ മെസ്സി പോയി കഴിഞ്ഞതിന് ശേഷം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, നോ പ്ലെയർ ഈസ് മോർ ദാൻ മൈ ക്ലബ്. മെസ്ക്യൂൻ ക്ലബ് എന്ന് വെറുതെ പറയുന്നതല്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫുട്ബോളിൽ നിന്ന് പഠിക്കാൻ പറ്റൂടാ. കുറേ കാര്യങ്ങൾ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്കങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ഉള്ളിൽ വെക്കി. അല്ലാതെ ചുമ്മാ എന്തിനാ വിഷം കൊണ്ട് നടക്കുന്നേ, വെറുതെ ഒരാവശ്യമില്ലാതെ. ഓരോ സീസൺ തുടങ്ങുന്ന സമയത്തും തുടങ്ങും അവന്മാരുടെ. അതാ ഫണ്ണിനെല്ലാം അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജാദ് നിലമ്പൂർ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, പുള്ളിയുടെ ഫാമിലി വെച്ച് ആരൊക്കെ എന്തൊക്കെയോ മോശം ചെയ്തതിൻ്റെ. പുള്ളി ഇപ്പോഴും ഇൻസ്റ്റയിൽ പുള്ളിയുടെ ആ ഒരു ബ്രോഡ്കാസ്റ്റാണ് കയറി നോക്കിയാൽ കാണാം. എൻ്റെ പൊന്നോ, പുള്ളി പോർച്ചുഗൽ തോറ്റതിന് ശേഷം പോർച്ചുഗൽ ഊളയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങി. ഇപ്പോൾ ഫ്രാൻസാണ്. നല്ല രസം ഇതൊക്കെ കാണാൻ, സീരിയസ്ലി എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ നല്ല രസമാണ്, അങ്ങനെ എടുക്കാം നമുക്ക്. പക്ഷെ അതല്ലാതെ എന്തായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ചോദിച്ചുകൊണ്ടൊരുത്തനും വരരുത് കേട്ടല്ലോ, ഒരുത്തനും. അതിന് ഞാൻ പ്രായം നോക്കത്തില്ല. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് വെറുതെ പറയുന്നതല്ല. അതിൽ ഈ പ്രായമൂത്ത ആൾക്കാർ ബഹുമാനിച്ചേ പറ്റൂ. ഒരു തേങ്ങയില്ല. ഇങ്ങോട്ട് കാണിച്ചാൽ അതുപോലെ തന്നെ അങ്ങോട്ട് കാണിക്കും. നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അങ്ങോട്ട്. പക്ഷേ ഈ ഒരു സാധനം ഞാനിപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ 8 വർഷത്തെ എല്ലാം കൂടെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഞാനിപ്പോൾ അതുപോലെ തിരിച്ച് കാണിച്ചിരുന്നെങ്കിൽ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ചീത്ത വിളിച്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഞാനത് ചെയ്തില്ല, അതെൻ്റെ മര്യാദ. ഫുട്ബോൾ ഫാൻസും ഈ പറയുന്ന പോലെ ടോക്സിക് ഫാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? വെറുതെ ട്രോളാൻ നിൽക്കത്തില്ല. എല്ലാവരും അങ്ങനെ ചുമ്മാ ഒരാവശ്യമില്ലാതെ ട്രോളാൻ നിൽക്കത്തില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ റീസൺ ഉണ്ടായിരിക്കും. എനിക്കൊരു ഡ്രീമുണ്ട്, മെസ്സിക്കൊരു ഡ്രീമുണ്ട്. പക്ഷേ ആ ഡ്രീമൊക്കെ അതുപോലെ തന്നെ സ്റ്റിക്ക് ഓണായി നിൽക്കും. അല്ലാതെ ഒരാൾ നേടിയപ്പോൾ ആ ഡ്രീമിന് ക്രെഡിബിലിറ്റി പോയി, അതുകൊണ്ട് അതിനില്ല. എന്തിനാ ഞാനിതിപ്പോൾ എടുത്തിട്ട് ഇവിടെ ഒരാവശ്യമില്ലായിരുന്നു. പക്ഷേ ഇരിക്കട്ടെ, എന്തായാലും വന്നതല്ലേ, പ്രശ്നമില്ല. ഇതിന് യൂട്യൂബിൽ കയറുമ്പോൾ എത്ര നേരം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. സോ ഗൈസ്, ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. കാരണം ഇനിയും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും വല്ലതും വിളിച്ച് പറയും. സോ കിട്ടേണ്ടവർക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു.
കാണേണ്ടവരൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിനക്കൊക്കെ വേണമെങ്കിൽ എടാ എപ്പിടാ എടാ കാണ്ടാമൃഗത്തിന് പോലും ഇത്രയ്ക്ക് തൊലിക്കെട്ടിയില്ലടാ. ഓ എനിക്ക് വയ്യ, എനിക്ക് ചിരിയും വരുന്നത്, ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. കാണാം.